നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു ഓൺലൈൻ എക്സാം നമ്മൾ നടത്തി. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ 25 മാർക്കിന് 9 ക്വസ്റ്റ്യൻസ്. ഇതിൽ ഈ 9 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the relation R is equal to set 1 1 2 2 3 3 on the set 1 2 3 is reflexive only, symmetric only, transitive only, is an equivalence relation. ഇതായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റിലേഷൻ 1 1 2 2 3 3 ഓൺ സെറ്റ് 1 2 3. സെറ്റിൽ പേരൊന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, നമുക്ക് തൽക്കാലം എന്ന് വിളിക്കാം. ഇനി റിഫ്ലക്സീവ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായിരുന്നു റിഫ്ലക്സീവ്? എ കോമ എ സ്റ്റൈലുള്ള എല്ലാവരും റിലേഷൻ ഉണ്ടാവണം അല്ലേ? ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഒരു എ എടുത്താൽ എ ഇവിടെ ഉണ്ടാവണം അല്ലേ? ഫോർ എവരി എ ബിലോങ്സ് ടു എ. അപ്പോൾ 1 ഉണ്ടെങ്കിൽ 1 1 വേണം, 2 ഉണ്ടെങ്കിൽ 2 2 വേണം, 3 3 3 വേണം. ഓക്കെ, എല്ലാവരും ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണ്. അപ്പോൾ അത് കേസിൽ വെരി ക്ലിയർ റിഫ്ലക്സീവ് ആണ്. ഇനി ഇതിൻ്റെ അഡീഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും റിഫ്ലക്സീവ് ആവും അല്ലേ? മിനിമം ഇത്രയും എലമെൻറ്റ്സ് വേണം റിഫ്ലക്സീവ് ആവാൻ. അടുത്ത നമുക്ക് സിമെട്രിക്കാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? സിമെട്രിക്കിൻ്റെ കേസ് ആണെങ്കിൽ എ കോമ ബി സ്റ്റൈലുള്ള ആൾ റിലേഷൻ ഉണ്ടെങ്കിൽ ഇഫ് എന്ത് വേണം? ബി കോമ എ സ്റ്റൈലിലുള്ള പെയറും റിലേഷൻ ഉണ്ടാവണം. അപ്പോൾ എ കോമ ബി സ്റ്റൈലിലുള്ള ആളുണ്ടെങ്കിൽ മതി ബി കോം എ സ്റ്റൈലിലുള്ള ആൾ അവിടെ ഉണ്ടോ എന്ന് നോക്കൽ അല്ലേ? ഇവിടെ 1 1 തിരിച്ചിട്ടാൽ 1 1 അല്ലേ? അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള നോക്കിയാൽ മതിയല്ലോ. അങ്ങനത്തെ പെയർ ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമെട്രിക് ആണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സിമെട്രിക് ആണ്. ലാസ്റ്റ് ട്രാൻസിറ്റീവിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. എന്താ? എ കൊമ ബി സ്റ്റൈലുള്ള ആളും റിലേഷൻ ഉണ്ടാവണം, പിന്നെ ബി കൊമ സി സ്റ്റൈലുള്ള ആളും റിലേഷൻ ഉണ്ടാവണം. എ കൊമ ബി, ബി കൊമ സി. ഇപ്പോൾ നോക്കൂ, ബി കൊണ്ട് അവസാനിച്ചു, ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അങ്ങനെയുള്ള 2 പേര് ഉണ്ടെങ്കിൽ ഇവിടെ അതുപോലെയാണ്. സിമെട്രിക് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ എന്ത് വേണം? എ കോമ സിയും റിലേഷൻ ഉണ്ടാവണം. അപ്പേ ട്രാൻസിറ്റീവ് ഉള്ളൂ. റെഡി? അപ്പോൾ ഇവിടെ ബി കൊണ്ട് എൻഡ് ചെയ്യുന്നത്, ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടോ? 1 കൊണ്ട് അവസാനിച്ച് 1 കൊണ്ട് തുടങ്ങുന്ന വേറെ പേർ അവിടെ ഇല്ല. 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു പേർ അവിടെ ഇല്ലല്ലോ. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. എ സി ഉണ്ടോ നോക്കണം. ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. നോക്കാതെ തന്നെ നമുക്ക് പറയാം ട്രാൻസിറ്റീവ് ആണ്. അപ്പം റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ all together അങ്ങനെയാണെങ്കിൽ ഇക്വാലൻസ് റിലേഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു set of all a comma b such that a is equal to b minus 2 and b greater than 6, then which of the following is true? നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് നമ്മുടെ റിലേഷൻ, ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇത് വെരി സിമ്പിളാണ് അല്ലേ? ബീൻ്റെ വാല്യൂ 6നേക്കാളും മേലെ ആവണമെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വാല്യൂ ബീനേക്കാളും 2 കുറവായിരിക്കണം. സോ ഇത് only 1 ചാൻസ് അല്ലേ? 8 minus 2 6, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. let A is equal to Q cross Q and star is the binary operation defined by A comma B star C comma D is equal to AC comma B plus AD. Then find the identity element.
ആൻഡ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് 1,1. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇതാണ് നമുക്ക് തന്ന ബൈനറി ഓപ്പറേഷൻ. നമുക്ക് കുറേ കൂടി പരിചയമുള്ള ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് എന്ന് എയിലേക്കുള്ള മാപ്പിംഗ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എ ക്രോസ് എയിൽ ഉണ്ടാവുക എ കൊമ ബി സ്റ്റൈൽ എലിമെൻറ്റ്സ് ആയിരിക്കുമല്ലോ. അത് എയിലുണ്ടാവൽ ഒരു സി സ്റ്റൈൽ എലിമെൻറ്റ്സ്. അത് മീനിങ് എന്താ? എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എയും ബി തമ്മിൽ ഓപ്പറേറ്റ് നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് ഇതാണ്, സി ആണ്. അതാണ് അതിൻ്റെ മീനിങ്. ഇനി ഇവിടെ ഉദ്ദേശിച്ച ബൈനറി ഓപ്പറേഷനിൽ അതിൻ്റെ മാപ്പിംഗ് നോക്കൂ. എ ആണ് ഇവിടെ ഉള്ളത്. ആ എ നമ്മൾക്ക് തന്ന എയിൽ ക്യൂ ക്രോസ് ക്യൂ എന്ന ക്രോസ് പ്രൊഡക്റ്റാണ് അല്ലേ. എ ഇറ്റ് സെൽഫ് ക്യൂ ക്രോസ് ക്യൂ ആണ്. എ വീണ്ടും ഉണ്ട് ക്യൂ ക്രോസ് ക്യൂ. സോ ക്യൂ ക്രോസ് ക്യൂ ക്രോസ് ക്യൂ അവിടെയൊക്കെ മാപ്പ് ചെയ്യുന്നത് എയിലേക്ക് തന്നെയാണ്. എ ഇറ്റ് സെൽഫ് ക്യൂ ക്രോസ് ക്യൂ അല്ലേ. അപ്പോൾ ഇവിടെ എഴുതിയ പോലെ നമുക്ക് ഇവിടെ എഴുതുകയാണെങ്കിൽ ക്യൂ ക്രോസ് ക്യൂവിൽ എ കൊമ ബി സ്റ്റൈൽ എലമെൻറ്റ്സ് ഉണ്ടാവും. ക്യൂ ക്രോസ് ക്യൂവിൽ വീണ്ടും എ കൊമ ബി സ്റ്റൈൽ എലമെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് സി കൊമ ഡി എന്ന് വിളിക്കാം. ഈ സ്റ്റൈൽ എലമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. ഈ സ്റ്റൈൽ എലമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതെവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഒരു ക്യൂ ക്രോസ് ക്യൂവിലെ എലമെൻറ്റിലേക്കാണ്. അപ്പോൾ അതായത് ഒരു എക്സ് കൊമ വൈ സ്റ്റൈൽ എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുക അല്ലേ. ഇവിടെ സിയിലേക്ക് മാപ്പ് ചെയ്ത പോലെ എക്സ് കൊമ വൈയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റാർ ഉപയോഗിച്ച് എഴുതിയ പോലെ ഇവിടെ എഴുതാലോ നമുക്ക്. എ കൊമ ബി സ്റ്റാർ സി കൊമ ഡി ഈസ് ഈക്വൽ ടു എക്സ് കൊമ വൈ. ഇതാണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അല്ലേ. ആ എക്സ് കൊമ വൈ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? എ സി കൊമ ബി പ്ലസ് എ ഡി. സോ ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞത് ഫസ്റ്റ് ഐഡൻറ്റിറ്റി എലിമെൻ്റ് അല്ലേ. ഐഡൻറ്റിറ്റി മീൻസ് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ തന്നെ ആവണം അല്ലേ. അപ്പോൾ ഈനെ വിളിക്കുന്ന പേരാണല്ലോ ഐഡൻറ്റിറ്റി. തിരിച്ചും ഇ സ്റ്റാർ എയും. ഇവിടെ പ്രത്യേകം പറയേണ്ട കാര്യം ഫോർ എവരി എ ബിലോങ്സ് ടു എ, എല്ലാ എക്കും ട്രൂ ആവണം, അപ്പോഴേ ഈ ഐഡൻറ്റിറ്റി ആവുള്ളൂ. ഇനി നമ്മുടെ ഈ കേസിലോ എങ്ങനെ പറയാം? എൻ്റെ പൊസിഷനിൽ നമുക്കിവിടെ ഒരു പെയറാണ് അല്ലേ. അപ്പോൾ എ കൊമ ബി സ്റ്റാർ ഈൻ്റെ പൊസിഷനിൽ ഇ കൊമ ഇന്ന് എഴുതണം അല്ലേ. ഇ കൊമ ഇന്ന് എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു 0,0 സ്റ്റൈലിലൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടുന്നത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, രണ്ട് ഈക്വലാണ്. ഇപ്പോൾ ഇ കൊമ ഇന്ന് എഴുതിയാൽ മതി. ഒരു 0,1 ഒക്കെ വരികയാണെങ്കിൽ ഇത് ഈക്വൽ ആണോ? ഇല്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എൻട്രിയും സെക്കൻഡ് എൻട്രി ഈക്വൽ ആവണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് E1 E2 എന്ന് വിളിക്കാം. E1 E2 ഈസ് ഈക്വൽ ടു എ കൊമ ബി തന്നെ വരണം. എ കൊമ ബി. ദെൻ തിരിച്ചും E1 E2 സ്റ്റാർ എ കൊമ ബി ഈസ് ഈക്വൽ ടു എ കൊമ ബി. ഇവിടെ ഫോർ ഓൾ ബിലോങ്സ് ടു എന്ന് പറഞ്ഞ പോലെ ഇവിടെയും പറയണമല്ലോ. ഫോർ ഓൾ എ കൊമ ബി ബിലോങ്സ് ടു ക്യൂ ക്രോസ് ക്യൂ. ഓക്കെ. ഇനി ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. എ കൊമ ബി സ്റ്റാർ E1 E2 ഈസ് ഈക്വൽ ടു എ കൊമ ബി. E1 E2 ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇവിടെ സ്റ്റാർ എന്ന ഓപ്പറേഷൻ അവിടെ അറിയാം. എ സി ആണ് ഫസ്റ്റ് ചെയ്ത് നോക്കുക. എ സി കോമ സെക്കൻഡ് എൻട്രി ബി പ്ലസ് എ ഡി.
ബിൻ്റെ പൊസിഷനിൽ ബി തന്നെയാണ്. ബി പ്ലസ് എ ഡി E2 ഈസ് ഈക്വൽ ടു എ കൊമ ബി. ഇവിടെ എ സി എന്നുള്ളിടത്ത് സീൻ്റെ പൊസിഷനിൽ ആരാ? സീൻ്റെ പൊസിഷനിൽ എന്താ ഉള്ളത്? E1 ആണ്. ഓക്കെ, E1. അപ്പോൾ AE1 ബി പ്ലസ് AE2. ദെൻ AE1 എന്ന് പറയുമ്പോൾ എയിലേക്ക് ഫസ്റ്റ് എൻട്രി രണ്ട് കമ്പയർ ചെയ്യാം. AE1 ഈസ് ഈക്വൽ ടു എ, സോ E1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ബി പ്ലസ് AE2 ഈസ് ഈക്വൽ ടു സെക്കൻഡ് ബിക്ക് ബി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പൊസിഷനിൽ എന്തായാലും 0 ആവണമല്ലോ. അപ്പോൾ ഈ പൊസിഷനിൽ 0 ആണെങ്കിൽ E2 0 ആവണം. സോ ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു (1, 0). ഓക്കെ, റെഡി. 1, 0 ഈസ് ദ ഐഡൻറ്റിറ്റി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് 1, 1. ഇവിടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരണം അല്ലേ? ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. ഇനി നമ്മുടെ കേസിലോ ഇവിടെ ഈ സ്റ്റൈലാണല്ലോ. അപ്പോൾ എ കൊമ ബി സ്റ്റാർ സി കൊമ ഡി ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരണം. ഐഡൻറ്റിറ്റി മീൻസ് E1, E2 അല്ലേ? ഇവിടെ കാണാൻ പറഞ്ഞത് എന്തിൻ്റെ 1, 1 ഇൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1, 1 സ്റ്റാർ സി കൊമ ഡി. സോ സി കൊമ ഡി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 1, 1. അപ്പോൾ ആൻസർ ഐഡൻറ്റിറ്റി വരണം. ഐഡൻറ്റിറ്റി ഈസ് 1, 0 അല്ലേ? അപ്പോൾ ഒന്ന് സ്റ്റാർ നടത്തിയാൽ സ്റ്റാർ ഈസ് AC 1 into C AC, B plus AD, B plus AD, A into D is equal to 1, 0. So C in the position 1 ആണ്. 1 plus D 0 ആണ്. അപ്പോൾ D എന്താവണം? -1. Oh, so inverse is equal to 1, -1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി മൈനസ് എ. സെക്കൻഡ് വൺ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 2 raised to AB. തേർഡ് വൺ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഫോർത്ത് വൺ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ബി. ഇതാണല്ലോ അതിലെ ഓപ്ഷൻസ്. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഏതാണ് കമ്മ്യൂട്ടേറ്റീവ് ആവാത്തെന്നല്ലേ. ഇവിടെ എ സ്റ്റാർ ബി സ്റ്റാർ എന്തെന്നെ വരിക? എ മൈനസ് ബി ആണ്. രണ്ട് ഈക്വൽ ആവുമല്ലോ അല്ലേ? മോഡുലസ് എടുത്താൽ നോൺ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ബി മൈനസ് എ ആയാലും എ മൈനസ് ബി ആയാലും ഈക്വൽ ആണ് മോഡുലസ് എടുത്താൽ. അപ്പോൾ കുഴപ്പമില്ല, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സെക്കൻഡ് വൺ 2 raised to AB. 2 raised to ABയും 2 raised to BAയും തിരിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പം എ സ്റ്റാർ ബി ആയാലും ബി സ്റ്റാർ എയും ഈക്വൽ ആണ്. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ സ്റ്റാർ ബി ഇതിനെ ബി സ്റ്റാർ എ ചെയ്താലോ? ബി സ്റ്റാർ എ മീൻസ് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും വരിക. രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ലാസ്റ്റ് വൺ ആയിരിക്കുമല്ലോ ആൻസർ അല്ലേ? അപ്പോൾ ഇവിടെ ബി സ്റ്റാർ എ ചെയ്താൽ ബി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് എൻ്റെ പൊസിഷനിൽ ബി ആവും, ബീൻ്റെ പൊസിഷനിൽ എ ആവും. രണ്ട് ഈക്വൽ ആണോ? നെവർ. അപ്പോൾ നോട്ട് ഈക്വൽ. സോ ദിസ് ദ ആൻസർ. ദിസ് വൺ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റിലേക്ക് വരാം. Then let's start with the binary operation defined by the following table. Set -1, 0, 1 table കാണാൻ കഴിയും. Then find if exist, find the identity. Okay. Next find the inverse of 1. Last is it commutative? Well, justify your answer. ഇതായിരുന്നു നമ്മുടെ ടേബിള്.
നമുക്ക് കാണാൻ പറഞ്ഞത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അതിൻ്റെ കണ്ടീഷൻ ഇതാണ് നമുക്കറിയാം. ഇനി ഫസ്റ്റ് -1 ഐഡൻറ്റിറ്റി ആവുമോ നോക്കണം ഫസ്റ്റ്. അപ്പോൾ -1 ഇതിൻ്റെ പൊസിഷൻ -1 ആണ്. അതൊരു നമുക്ക് -1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. -1 സ്റ്റാർ -1 -1 സ്റ്റാർ -1 ഈക്വൽ ടു എ സ്റ്റാർ ഈസ് എ തന്നെ വരണം. അപ്പോൾ -1 തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ചാൻസ് പറയാം -1 ഈസ് ദ ഐഡൻറ്റിറ്റി എന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ -1 സ്റ്റാർ -1 ഈസ് 1 ആണ്. അപ്പോൾ ക്ലിയറായി പറയാം -1 ഈസ് നോട്ട് എ ഐഡൻറ്റിറ്റി. സെക്കൻഡോ 1ൻ്റെ കേസ് നോക്കുക. ഇവിടെ -1 സ്റ്റാർ 1 ചെക്ക് ചെയ്ത് നോക്കുക. -1 സ്റ്റാർ 1. അപ്പോൾ ഇവിടെയും 1 ഐഡൻറ്റിറ്റി ആവുകയാണെങ്കിൽ അവളെ ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് പറയണം? -1 ആൻസറായി വരണം. -1 സ്റ്റാർ 1 0 ആണത്. അപ്പോൾ ഈ സെയിം വരുമ്പോഴാണ് ഐഡൻറ്റിറ്റി ആവാനുള്ള ചാൻസ് വരുള്ളൂ. അപ്പോൾ ഇവിടെയും ഐഡൻറ്റിറ്റി അല്ല, 1 ഐഡൻറ്റിറ്റി അല്ല. ഇനി അടുത്തത് 0ൻ്റെ കേസ് നോക്കുക. 0ൻ്റെ കേസ് -1 സ്റ്റാർ 0 ചെക്ക് ചെയ്ത് നോക്കുക. -1 സ്റ്റാർ 0. ആൻസർ സെയിം -1 വന്നിട്ടുണ്ട്, -1 വന്നിട്ടുണ്ട്, അല്ലേ? സോ 0ക്ക് ചാൻസ് ഉണ്ട് ഐഡൻറ്റിറ്റി ആവാനുള്ള. ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ 1 സ്റ്റാർ 0യും ചെക്ക് ചെയ്യണം, 0 സ്റ്റാർ 0യും ചെക്ക് ചെയ്യണം. ഇത് 1 വരണം. വരും നോക്കൂ. 1 സ്റ്റാർ 0 1 തന്നെയാണ്. 0 സ്റ്റാർ 0 0 സ്റ്റാർ 0 0 തന്നെയാണ്. അപ്പോൾ ഈ സെയിം എൻട്രി ഇവിടെ വരണം. അപ്പോൾ ഈ ഇവിടെ ഇതിൻ്റെ പൊസിഷനിൽ 0 ആണ്. സോ 0 ഈസ് ദ ഐഡൻറ്റിറ്റി. തിരിച്ചും ചെക്ക് ചെയ്യണം. 0 സ്റ്റാർ -1ഉം -1 ആവണം. 0 സ്റ്റാർ 0 സ്റ്റാർ -1 തന്നെയാണ്. ഇവിടെയോ 0 സ്റ്റാർ 1 0 സ്റ്റാർ 1 തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇതിന് തിരിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. സോ 0 ഈസ് ദ ഐഡൻറ്റിറ്റി. ഫോർ ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇൻവേഴ്സ് ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കൂ 1ന്. അപ്പോൾ 1 സ്റ്റാർ ഐഡൻറ്റിറ്റി ആൻസറായി വരണം. അപ്പോഴാണ് ഇവിടെ ഇൻവേഴ്സ് ആവുക, അല്ലേ? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ വന്നാൽ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? തിരിച്ചും ബി സ്റ്റാർ എയും ഇ ആവണം, ബി സ്റ്റാർ എയും ഇ ആവണം. ദെൻ ഈ പൊസിഷനിൽ എന്താ വരിക? ആരായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 0 വരുന്നത്? 1 സ്റ്റാർ ഇവിടെ 0 വരാൻ ഒറ്റ പൊസിഷനുള്ളൂ. സോ -1. അപ്പോൾ -1 സ്റ്റാർ -1 ആണ് 0. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് -1 ആണ്. തിരിച്ചും ആണോ നോക്കണം. -1 സ്റ്റാർ 1ഉം 0 അല്ലേന്ന്. -1 സ്റ്റാർ 1 അതും 0 ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് പറയാം -1 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 1. ഇവിടെ ഐഡൻറ്റിറ്റി നോക്കാൻ ഒരു വഴിയും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലേ? എങ്ങനെയായിരുന്നു? ഈ സെയിം റോ എവിടെയാണ് വരുന്നത്? -1 0 1 ആ സ്റ്റൈലുള്ളത് അവിടെ ഉണ്ട്. -1 0 1 ഇതേ സ്റ്റൈൽ അവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു ലൈൻ വരക്കാം. ഈ -1 0 1 ഇതേപോലെ കോളം എവിടെയാണ് വരുന്നത്? ഇവിടെയുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെയും വരക്കാം. അപ്പോൾ രണ്ടിലും ഇൻ്റർസെക്ഷൻ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ആ ഇൻ്റർസെക്ഷൻ എൻട്രി ആയിരിക്കും ഐഡൻറ്റിറ്റി. സോ 0 ഈസ് ദ ഐഡൻറ്റിറ്റി, അല്ലേ? ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈൻഡ് ദ ചെക്ക് ഇറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ഓർ നോട്ട്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്യാൻ എന്താണ് വഴി?
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡയഗണൽ നിങ്ങൾ വരച്ചാൽ മതി അല്ലേ. ഡയഗണൽ വരച്ചാൽ ബാക്കിയുള്ള എലമെൻറ്റ് ഈ നമ്പർ തന്നെ ആവണം ഇവിടെയും ആണല്ലോ. -1 -1 ഈ നമ്പർ തന്നെയാണ് ഇവിടെയും വരിക. 0 0 ഈക്വൽ ആണല്ലോ. ഇത് തന്നെ ആവണം ഇവിടെ 1 1 ഈക്വൽ ആണല്ലോ. സോ ക്ലിയർലി ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇത് എങ്ങനെയാണ് മനസ്സിലായതാ? ഇത് ഈ പൊസിഷനിലുള്ള എലമെൻറ്റ് -1 സ്റ്റാർ 0 ആണ്. ഈ പൊസിഷനിലോ 0 സ്റ്റാർ -1 ആണ്. ഇതാണല്ലോ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. അപ്പം ഇങ്ങനെ ബോക്സ് ആണെങ്കിൽ നോക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എലമെൻറ്റ് ഈക്വൽ ആണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. A star B is equal to B star A for all A comma B belongs to നമ്മുടെ B. അങ്ങനെ എഴുതിയാൽ മതി ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് A is equal to R minus 2 and B is equal to R minus 1 defined by the function f of x is equal to x minus 1 by x minus 2. First question, check function is 1 1 and 1 2. Then check it is invertible. If it is invertible, find the inverse. Another question. First check ചെയ്യാൻ പറഞ്ഞത് 1 1 ആണോ? 1 1ൻ്റെ കേസ് ഇതിൽ അതിന് ടൂൾ ഉണ്ടല്ലോ നമുക്ക് 1 1 ആണ് ചെക്ക് ചെയ്യാൻ. എന്താ? f of x1 is equal to f of x2 which implies x1 is equal to x2. ഇങ്ങനെ പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം the function f is 1 1 എന്ന്. എന്താ ഇതിൻ്റെ മീനിങ്? നോക്കൂ, 1 1ൻ്റെ മീനിങ് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഇമേജ് ആണല്ലോ. ഇവിടെ ഒരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു അതിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും, ഇവിടെ എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇമേജ് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇവിടെ എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇമേജ് വേറെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഇമേജ് വേണം, അപ്പോഴല്ലേ 1 1 ആവുക. അപ്പോൾ ഇവിടെയോ, ഇവിടെ x1 x2 ഡിഫറെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ x1 x2 വെവ്വേറെ സാധനങ്ങളാണ്, വെവ്വേറെ എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ x1 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു f of x1 ഇവിടെ വേണം അല്ലേ. x2 ഉണ്ടെങ്കിൽ ഒരു f of x2 ഇവിടെ വേണം. ഡിഫറെൻറ്റ് ഇമേജ് വേണം, അപ്പോഴല്ലേ 1 1 ആവുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഇമേജ് ഉണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 1 എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ഒരു ആൻസർ ഉണ്ട്, 2 എടുത്തിട്ട് 2 ഇവിടെ ചെക്ക് ചെയ്യാൻ പാടില്ല, 3 എടുത്താൽ അതിനൊരു ആൻസർ ഉണ്ട്, 4 എടുത്താൽ ഒരു ആൻസർ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഡിഫറെൻറ്റ് ആൻസർ ഉണ്ടോ ചെക്ക് ചെയ്യാൻ എത്ര പണിയുണ്ട് അല്ലേ, നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ തിരിച്ച് കോൺവേഴ്സ് നോക്കുകയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് വേണം എന്ന് പറയുന്നത് പകരം ഈക്വൽ ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഇൻപുട്ടും ആയിരിക്കും. അപ്പോൾ അതായത് ഇവിടെ ഈക്വൽ ആണെങ്കിൽ ഇവിടെയും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ഈക്വൽ ആണെങ്കിൽ ഇവിടെയും ഈക്വൽ ആവണം അല്ലേ. തിരിച്ച് അങ്ങോട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇവിടെ ഡിഫറെൻ്റ് ആയി കിട്ടണം. തിരിച്ചോ അഥവാ ഇവിടെ ഈക്വൽ ആയി കിട്ടുകയാണെങ്കിൽ ഇവിടെയും ഈക്വൽ ആവണം. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഉദ്ദേശിച്ചതാണ് f of x1 is equal to f of x2 implies ഇവിടെ ഈക്വൽ ആവണം x1 is equal to x2. ഓക്കെ. ഇനി f of x1 is equal to f of x2. f of x1, f of x is x minus 1 by x minus 2. അപ്പോൾ f of x1 x1 minus 1 by x1 minus 2 is equal to x2 വരുമ്പോൾ x2 minus 1 by x2 minus 2 അല്ലേ. സോ ഇറ്റ് ഇംപ്ലൈസ് ക്രോസ് ചെയ്യാം x1 minus 1 into x2 minus 2 is equal to തിരിച്ച് x2 minus 1 by into x1 minus 2.
നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. x1 x2 minus 2x1 minus 1x2 plus 2 is equal to ഇവിടെയും x1 x2 minus 2x2 minus x1 plus 2. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. x1 x2 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ 2x minus 2x1 ആണ്, ഇവിടെ സിംഗിൾ x1 ആണ്. അപ്പോൾ ഒരു x1 ബാക്കി ഉണ്ടാവും മൈനസ് ആയിട്ടുള്ള. ഇവിടെ 2x2 ഉണ്ട്, ഇവിടെ സിംഗിൾ x2 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു x2 ബാക്കി ഉണ്ടാവും, നെഗറ്റീവാണ്. സോ സിംപ്ലൈസ് x1 is equal to x2. സോ ക്ലിയർലി കിട്ടി അല്ലേ? x1 is equal to x2, x1 is equal to x2. സോ f is 1 1. അടുത്ത് നമുക്കിത് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം അല്ലേ? ഓൺ ടു ആണോ നോക്കണം. ഓൺ ടു ആണോ നോക്കാൻ, ഓൺ ടുവിന് മീനിങ് എന്തായിരുന്നു? ഇവിടെ ഓൺ ടുവിന് മീനിങ് ഇവിടെ ഒരു ഔട്ട്പുട്ട് എടുത്താൽ, ഇവിടെ ഒരു ഇമേജ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഇമേജ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? ഇവിടെ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. അതല്ലേ ഓൺ ടുവിന് മീനിങ്? ഇവിടെ ആരും ബ്ലാങ്കായി ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും ഇവിടെ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ അതൊരു എക്സിസ്റ്റ് ചെയ്യണം അവിടെ. അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ y എന്ന് വിളിക്കാം നമുക്ക്. y is equal to x minus 1 by x minus 2. അതായത് ഇത് ഈ വാല്യൂ ഇവിടെയുള്ള വാല്യൂ ആണ്, y ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് ഇവിടെ ഉണ്ടാവണം അല്ലേ? അപ്പോൾ എക്സിന് തേടി പോവാണ്. ഇനി എക്സ് നമുക്ക് വേണ്ടത്, കറസ്പോണ്ടിങ് എക്സ് ഉണ്ടോ നോക്കണം. അപ്പോൾ എക്സിന് തേടി പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിന് പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ y ഇൻറ്റു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. അപ്പോൾ y നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. y എക്സ് മൈനസ് 2y എക്സ് ലെഫ്റ്റിലേക്ക് വലിക്കാം -1. അപ്പോൾ എക്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ എക്സിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. y -1 ഈസ് ഈക്വൽ ടു -1 -2y റെയിലേക്ക് വരുമ്പോൾ +2y. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് ആണ് നമുക്ക് വേണ്ടത്, എക്സ് ഈസ് ഈക്വൽ ടു -1 + 2y ബൈ y -1. അപ്പോൾ അങ്ങനെ ഒരു എക്സ് നമുക്ക് കിട്ടി. ഇവിടെ ഈ സ്റ്റൈലിലൊരു എക്സ് നമുക്ക് ഇവിടെ കിട്ടി, മതി. അപ്പോൾ ഏത് y എടുത്താലും കറസ്പോണ്ടിങ് എക്സ് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ 1 to i, അതാണല്ലോ 1 2. ഇനി ഇവിടെ 1 കൊടുത്താലോ എക്സ് കിട്ടുമോ? 1 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവില്ലേ? അപ്പോൾ എക്സ് കിട്ടൂലല്ലോ. 1 കൊടുക്കാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ബിയിൽ 1 ഒഴിവാക്കിയിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിൽ നിന്ന് 1 ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അതാണ് ബി. അപ്പോൾ 1 കൊടുക്കാൻ പാടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ. സോ ദിസ് ബിലോങ്സ് ടു, ഇത് എവിടെയുള്ള ആളാണ്? എയിലുള്ള എലമെൻറ്റാണ്. സോ ദിസ് ബിലോങ്സ് ടു എ. അങ്ങനെ എയിലുണ്ട്, ഇങ്ങനെ ഒരു എക്സ് എയിലുണ്ട്. സോ ഫങ്ഷൻ ഈസ് ഓൺ ടു. ഇവിടെ ഫങ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. അതൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ ക്വസ്റ്റ്യനാണ് ഇൻവെർട്ടിബിൾ ആണോ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്, ദെർഫോർ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് എന്താണ്? ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫങ്ഷനാണ് എന്താണ്? എഫ് ആണ്. അപ്പോൾ തിരിച്ചുള്ളതാണല്ലോ എഫ് ഇൻവേഴ്സ് അല്ലേ? തിരിച്ചുള്ളതാണോ എഫ് ഇൻവേഴ്സ്? തിരിച്ചുള്ള കിട്ടിയല്ലോ നമുക്കിവിടെ അല്ലേ?
കിട്ടിയല്ലോ. ഇതാണല്ലോ എഫ് ഇൻവേഴ്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിലാക്കിയാൽ മതി. -1 + 2x/x - 1. ഓക്കെ. 7th ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് f from R to R defined by f of x is equal to 1 if x positive, 0 x equal to 0, -1 if x negative, and g of x is equal to the greatest integer function x. Find f composite g and g composite f. f composite ജിയും g composite എഫും കാണുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ എക്സിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. x belongs to closed 1 and open 0. അടുത്ത ക്വസ്റ്റിൽ അതിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f of x is equal to 1 0 -1. അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. g of x is the greatest integer function. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് 2,1. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ഇൻറ്റിജർ അല്ലേ. അപ്പോൾ 2,1ൻ്റെ ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ആരാ? 2. ഇതോ 2 തന്നെയാണ്. ഇതോ 0.2ൻ്റെ ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ 0. ഇത് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഇൻറ്റിജർ -1. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കൂ. 1 വരെ, ഇപ്പോൾ 1 വരെയുള്ളതിൽ ഏറ്റവും വലിയ ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. അപ്പോൾ 0 തന്നെ ഉണ്ടാവുക. 1 ആയിക്കഴിഞ്ഞാൽ 1 ആണെങ്കിൽ 1ലേക്ക് ചാടി. 2 വരെ ഇതായിരിക്കും. ഇനി ഈ പൊസിഷനിലോ 0ൻ്റെ ബാക്കിലാണെങ്കിൽ വലിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ -1 ആണ് ആൻസർ വരിക. സോ -1 ആയാലും -1 തന്നെയാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ്, ഓർമ്മ ഉണ്ടാവും. ഇനി അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ജി കോമ്പോസിറ്റ് എഫ് ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി. ജി കോമ്പോസിറ്റ് എഫ് ആദ്യം കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് ക്വസ്റ്റ്യനിൽ എക്സ് തന്നിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് -1 0. 0 ഓപ്പൺ ആണ്. അപ്പോൾ ഈ കേസിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ആൻസർ എന്താ വരിക? ഒന്ന് കണ്ടുവെക്കാം നമുക്ക്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ -0ൻ്റെ ബാക്കിൽ -1 വരെ. അപ്പോൾ 0ൻ്റെ ബാക്കിൽ -1 വരെ എൻ്റെ ആൻസർ എന്താണ്? -1 ആണ് അല്ലേ. 0ൻ്റെ ബാക്കിൽ -1 വരെ ആൻസർ -1 ആണ്. ഓക്കെ, -1 ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ -1. അപ്പോൾ ഇവിടെ ജിയിലേക്ക് കടന്നു. ജിൻ്റെ വർക്ക് ഇതാണ്. ജിയിൽ -1ന് -1 തന്നെ കിട്ടി. എഫ് കോമ്പോസിറ്റ് ജിയോ. ഇപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് is equal to f of g of x, greatest integer function x is equal to f of greatest integer function x. എപ്പോൾ -1 0ൻ്റെ അടുക്ക് വരുമ്പോൾ എന്താണ്? -1 ആണ്. -1. ഇനി എഫിൻ്റെ ഡ്യൂട്ടി എഫിലേക്ക് വരുന്നു. എഫിൻ്റെ ഡ്യൂട്ടിയാണ് അടുത്ത്. എഫിൻ്റെ ഡ്യൂട്ടി എക്സ് ഇത് നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ എന്താ? -1 അല്ലേ. അപ്പോൾ രണ്ടും ആൻസർ എന്താണ്? -1 ആണ്. നമ്മുടെ 8th ക്വസ്റ്റ്യൻ. എഫ് കോമ്പോസിറ്റ് എഫ് ഈസിക്കൽ എഫ് കോമ്പോസിറ്റ് എഫ് തന്നെ ആവണം. അങ്ങനെ എഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്ന് ചോദിച്ചത്. അവിടെ തന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin x. നോക്കൂ, എഫ് കോമ്പോസിറ്റ് എഫ് തന്നെ ആവണം. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിറ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ്. ഇവിടെ ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് എന്താണ്?
എക്സ് 1/x ആണ് അല്ലേ. എഫിൻ്റെ ഡ്യൂട്ടി അതിൻ്റെ റെസിപ്രോക്കൽ ആക്കലാണ്. എഫിൻ്റെ ഡ്യൂട്ടി റെസിപ്രോക്കൽ ആക്കുക. ഇപ്പോൾ എഫ് ഓഫ് എക്സ് 1/x ആണ്. എഫ് ഓഫ് എക്സ് 1/x ആണ്. എഫിൻ്റെ ഡ്യൂട്ടി എന്താ പറഞ്ഞത്? ഇൻപുട്ടിനെ റെസിപ്രോക്കൽ ആക്കുക. അപ്പോൾ 1/x എന്ന് പറഞ്ഞാൽ 1/1/x ആവും. സോ 1/1/x മീൻസ് എക്സ് ആയി അല്ലേ. അപ്പോൾ അത് തന്ന ഫംഗ്ഷൻ തന്നെയാണോ? അല്ല അല്ലേ. തന്ന ഫംഗ്ഷൻ തന്നെ ആവണ്ടേ? തന്ന ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പോൾ ഇത് ആൻസർ അല്ല. ഇനി സെക്കൻഡ് വൺ ചെക്ക് ചെയ്ത് നോക്കൂ. എഫ് ഓഫ് എക്സ് മീൻസ് മോഡ് എക്സ്. അതായത് എഫിൻ്റെ ഡ്യൂട്ടി എന്താ? നോൺ നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ്. എഫിൻ്റെ ഡ്യൂട്ടി നോൺ നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വീണ്ടും എഫിൻ്റെ ഡ്യൂട്ടി എന്താ? നോൺ നെഗറ്റീവ് ആക്കി വീണ്ടും നോൺ നെഗറ്റീവ് ആക്കുക. അതായത് മോഡ് എക്സ് ആദ്യമേ നോൺ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പം വീണ്ടും നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. രണ്ടും സെയിം തന്നെയല്ലേ. സോ ഇതെന്ത് തന്നെയാണ്? തന്ന എഫ് തന്നെയാണ്. സോ എഫ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇറ്റ് സെൽഫ്. സോ ഇത് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എക്സ് സ്ക്വയർ തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, അതായത് എക്സ് സ്ക്വയർ എന്നുള്ളത് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതായത് എഫിൻ്റെ ഡ്യൂട്ടി സ്ക്വയർ ചെയ്യലാണ്. അപ്പോൾ എഫിൻ്റെ ഡ്യൂട്ടി വീണ്ടും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ വരും. എക്സ് റേസ്റ്റ് 4 ആവും. അത് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതും അല്ല, ഫസ്റ്റത്തതല്ല. ഇനി ലാസ്റ്റ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് സൈൻ എക്സ്. എഫിൻ്റെ ഡ്യൂട്ടി എന്താ? സൈൻ ഓഫ് സൈൻ എക്സ്. ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇതും റൈറ്റ് ആൻസർ അല്ല. സോ ആൻസർ ഈസ് മോഡ് എക്സ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കൂ. ആർ ബി എ റിലേഷൻ on a set of all straight lines on a plane such that r is equal to L1, L2, where L1 is perpendicular to L2. Like, then check R is reflexive, symmetric and transitive. ഇതാണ് നമുക്ക് തന്ന റിലേഷൻ. L1, L2, L1 is perpendicular to L2. ഫസ്റ്റ് റിഫ്ലക്സീവ് ആണ് നോക്കാനാണ്. റിഫ്ലക്സീവ് ആവണമെങ്കിൽ L1, L1 ഇങ്ങനെയുള്ള പേഴ്സ് കംപ്ലീറ്റ് എവിടെ വരണം? അവിടെ റിലേഷനിൽ വരണം. അങ്ങനെ റിലേഷനിൽ വരുമോ? നമ്മുടെ ലൈൻസിൻ്റെ സെറ്റ് L1, L2, L3 എക്സെട്ര എന്നെടുത്താൽ ഇതിൽ L1 എന്ന പെയർ റിലേഷനിൽ വരുമോ? റിലേഷനിൽ വരണമെങ്കിൽ എന്താവണം? L1, L2 പെർപെൻഡിക്കുലർ ആവണ്ടേ? ഒരു ലൈൻ അതേ ലൈനായിട്ട് പെർപെൻഡിക്കുലർ ആവുമോ? ഇല്ല. അപ്പോൾ ഇത് റിലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നോട്ട് ബിലോങ്സ് ടു ആർ അല്ലേ. ഒരു റിഫ്ലക്സീവ് അല്ല, അല്ലെങ്കിൽ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. So L1, L1 not belongs to R. Therefore R is not reflexive. Second, symmetric ആണെന്നല്ലോ. സിമെട്രിക് ചെക്ക് ചെയ്യാൻ, അതായത് നമുക്കറിയാലോ എ കോമ ബി സ്റ്റൈലിലുള്ള ഒരാളുണ്ടെങ്കിൽ ബി കോമ എ സ്റ്റൈലിലുള്ള ആളും അവിടെ ഉണ്ടാവണം അല്ലേ. ഇവിടെ നോക്കൂ, ഒരു L1, L2 സ്റ്റൈലിലുള്ളൊരു പെയർ റിലേഷൻ ഉണ്ടെങ്കിൽ അല്ലേ, ഉണ്ടെങ്കിൽ അതിന് മീനിങ് എന്താ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2, ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി L1 ഈസ് പെർപെൻഡിക്കുലർ L2 ആണെങ്കിൽ എന്താണ്? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1 ആണ് അല്ലേ. L1 ഈസ് പെർപെൻഡിക്കുലർ L2 ആകുമ്പോൾ തിരിച്ചും L2 ഈസ് പെർപെൻഡിക്കുലർ L1 ആവുമായിരിക്കുമല്ലോ അല്ലേ. സോ അങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? L2ഉം L1ഉം റിലേഷൻ ഉണ്ടാവും. അതല്ലേ കാണാൻ പറഞ്ഞത്. L1, L2 ഉണ്ടെങ്കിൽ L2, L1 റിലേഷൻ ഉണ്ടാവും. സോ
R is symmetric. ഇത് ഏത് L1 L2 എടുത്താലും, ഫോർ എനി L1 L2 എടുത്താലും ഇത് എക്സാമ്പിൾ മാത്രമല്ല, എനി L1 L2 എടുത്താലും ഇത് സാറ്റിസ്ഫൈ ആവും അല്ലേ? ഏത് പേര് എടുത്താലും സാറ്റിസ്ഫൈ ആവും അല്ലേ? അപ്പോൾ ദിസ് റിലേഷൻ ഈസ് സിമെട്രിക്. അടുത്ത് നമുക്ക് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം L1 L2 റിലേഷൻ ഉണ്ട്, പിന്നെയോ L2 L3 റിലേഷൻ ഉണ്ട്. ജനറലായിട്ട് L1 L2 എടുത്തു, ഒരു L2 L3 എടുത്തു. ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ഇഫ് ഇവിടെ A, B ഉണ്ടെങ്കിൽ B, A വേണം. അതേപോലെ ഇഫ് L1 L2 റിലേഷൻ ഉണ്ടെങ്കിൽ L2 L3 റിലേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ L1 L2 റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L2 L3 റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? L2 പെർപെൻഡിക്കുലർ ടു L3 അല്ലേ? അതായത് L1 ഇവിടെ ഉണ്ടെങ്കിൽ L2 അതിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ഇവിടെയോ L2 ഇവിടെ ഉണ്ടെങ്കിൽ L3 അതിന് പെർപെൻഡിക്കുലർ ആണ്. ഇത് L1 ആണ്, ഇത് L2 ആണ്, ഇതും L2 ആണ്, ഇത് L3 ആണ്. അപ്പോൾ L1 L2 പെർപെൻഡിക്കുലർ ആണ്, L2 L3 പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് എന്താ വേണ്ടത്? L1 L3 റിലേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യണം. L1 L3 റിലേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യണം. ഉണ്ടാവോ? ഉണ്ടാവണമെങ്കിൽ എന്താവണം? L1 L3 പെർപെൻഡിക്കുലർ ആവണം. L1 L3 പെർപെൻഡിക്കുലറാ? ഇത് പാരലൽ അല്ലേ? L1 L3 പാരലാണ്, പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ നമുക്ക് പറയാം L1 ഈസ് നോട്ട് perpendicular to L3. Therefore L1 L3 not belongs to R. Therefore not transitive. അപ്പോൾ ഇവിടെ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, പക്ഷെ സിമെട്രിക് ആണ്. ഓക്കെ, ഫിനിഷ്.